ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ കൃഷിയിടത്തൊക്കെ ഒരുപാട് ശല്യക്കാരായ എലി, പെരിച്ചാഴി, പല്ലി, പാറ്റ, പാമ്പ് ഇവറ്റുകളെയൊക്കെ നമുക്ക് കൊല്ലാണ്ട് കൊണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന ഈ ഒരു പുകയില മാത്രം നമ്മുടെ കയ്യിലുണ്ടായാൽ മതിയാകും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പുകയില ഇതുപോലൊന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു യൂസ് ആൻഡ് ത്രോ പാത്രമാണ്. ആ ഒരു പാത്രത്തിലേക്ക് ചെറിയൊരു കൈപ്പിടി അളവിലേക്ക് കല്ലുപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ പുകയിലയാണ്. ഈ ഒരു പുകയില നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് നമ്മുടെ ആ ഒരു കല്ലുപ്പിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് കാറും കാര്യങ്ങളൊക്കെ വെളിയിൽ നിർത്തിയിട്ട് കഴിഞ്ഞാൽ കാറിൻ്റെ ഉള്ളിലേക്ക് എലി, പെരിച്ചാഴി ഇവറ്റകളൊക്കെ കയറുന്നുണ്ട് എന്നുള്ളത്. ഈ ഒരു പുകയിലയുടെ ഒരു സ്മെല്ല് എലികൾക്കും പെരിച്ചാഴികൾക്കും തീരെ ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാറിലൊക്കെ നമ്മൾ ഇതുപോലൊന്ന് കരുതി വെക്കുകയാണെങ്കിൽ ആ ഒരു മണം അടിച്ചിട്ട് എലികളും പെരിച്ചാഴികളും നമ്മുടെ കാറിൻ്റെ പരിസരത്തേക്ക് പോലും വരികയില്ല. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഇതുപോലെ കല്ലുപ്പും പുകയിലയും ഒരുമിച്ച് വെക്കുമ്പോൾ ആ ഒരു സ്മെല്ല്, അതായത് പുകയിലയുടെ സ്മെല്ല് നല്ല രീതിയിൽ തന്നെ എടുത്തറിയും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ റെഡിയാക്കിയ ഒരു കല്ലുപ്പും പുകയിലയും ചേർന്ന് ഈ ഒരു ബൗൾ ഞാൻ വെച്ച് കൊടുക്കുന്നത് എൻ്റെ കിച്ചണിൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലേക്കായിട്ടാണ്. ഈ ഒരു പുകയിലയുടെ മണം അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലെ ശല്യക്കാരായ പാറ്റ, പല്ലി, എലികൾ അതുപോലെ തന്നെ കൊതുകുകളൊന്നും നമ്മുടെ കിച്ചൻ്റെ അടുത്തേക്ക് വരികയില്ല. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം നല്ല വലിയൊരു വെളുത്തുള്ളി, ഒരല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു വെളുത്തുള്ളിയിലേക്ക് നമുക്ക് ഗ്രാമ്പൂ ഇതുപോലൊന്ന് കുത്തിവെച്ച് കൊടുക്കാം. അത്യാവശ്യം വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ 2 ഗ്രാമ്പൂ ഞാൻ ഇതുപോലൊന്ന് കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ റെഡിയാക്കിയ ഈ ഒരു വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ട് പോകുന്നത് നമ്മൾ ഗ്യാസ് കത്തിച്ച് ആ ഒരു ഗ്യാസിലേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് നമുക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് ഞാൻ ഇതുപോലൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ആ ഒരു ഗ്രാമ്പും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കത്തത്തക്ക രീതിക്ക് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കത്തിച്ചെടുക്കാം. ഇപ്പം തന്നെ ആ ഒരു ഗ്രാമ്പൂയിൽ നിന്നും വെളുത്തുള്ളിയിൽ നിന്നും വരുന്ന ഒരു സ്മെല്ല് അത്രത്തോളം നല്ലൊരു സ്മെല്ലാണ്. ഈ ഒരൊറ്റ സ്മെല്ല് മതി നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലി, എലി അതുപോലെ തന്നെ കൊതുകുകളും പൊടിയീച്ചകളൊക്കെ ഇല്ലാണ്ടാകാൻ വേണ്ടിയിട്ട്. ഒരു ഗ്രാമ്പും വെളുത്തുള്ളിയിൽ നിന്ന് വരുന്ന ആ ഒരു സ്മെല്ല് അത്രത്തോളം നല്ല. ഈ ഒരു വെളുത്തുള്ളി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലായിട്ട്, ഫ്രിഡ്ജിൻ്റെ അടിയിലായിട്ട്, കിച്ചൺ സിങ്കിൻ്റെ അടിയിലായിട്ട് അങ്ങനെ എലികളും പല്ലികളും പാറ്റകളും വരാനിടയായിട്ടുള്ള എല്ലായിടത്തും നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഒരു കിഡിലൻ ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് 4-5 ഗ്രാമ്പു ആണ് കേട്ടോ ഞാൻ ഇടികല്ലിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതിയാകും. അതുകൊണ്ടാണ് ഞാനിവിടെ മിക്സിയിലിട്ട് കൊടുക്കാണ്ട് കൊണ്ട് ഇടികല്ലിട്ട് ഇടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 4-5 ഗ്രാമ്പു നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ നമുക്കൊന്ന് ഇടിച്ചെടുത്താൽ മതിയാകും. ഇപ്പം നമ്മൾ റെഡിയാക്കിയ ഒരു ഗ്രാമ്പൂ നമ്മൾ ഇതുപോലെ ഒരു യൂസ് ആൻഡ് ത്രോ പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇടിച്ചെടുത്ത ആ ഒരു ഗ്രാമ്പൂ ഞാൻ ഇതുപോലെ ഒരു യൂസ് ആൻഡ് ത്രോ പാത്രത്തിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. അതും ഞാൻ 2 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല വെളുത്തുള്ളിയൊന്നും വേണമെന്നില്ല. കുറച്ച് കേടായ വെളുത്തുള്ളിയാണെങ്കിലും നമുക്ക് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ട് നമ്മുടെ ഗ്രാമ്പൂ ചേർത്ത ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റ് ആണ്. അതും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടാബ്ലറ്റ് ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഒരു പേപ്പറിലോട്ട് നമ്മുടെ ഈ ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഇടികല്ല് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ പൊടിച്ചെടുത്ത ആ ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റും കൂടെ നമ്മൾ ഓൾറെഡി ഇടിച്ചെടുത്ത് ചേർത്തിട്ടുള്ള ഒരു ഗ്രാമ്പൂവിൻ്റെയും വെളുത്തുള്ളിയുടെയും കൂടെ നമുക്ക് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡെറ്റോളിൻ്റെ ഹാൻഡ് വാഷാണ്. നിങ്ങളുടെ കയ്യിൽ ഡെറ്റോളിൻ്റെ ഹാൻഡ് വാഷ് ഇല്ല എങ്കിൽ ഡെറ്റോളിൻ്റെ സോപ്പാണെങ്കിലും ഗ്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഡെറ്റോളിൻ്റെ ഹാൻഡ് വാഷാണ്. ഏകദേശം 1/2 ടീസ്പൂൺ അളവിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെള്ളമാണ്. ആ ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയൊരു ഗ്ലാസ് അളവിലേക്കാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ പാരസെറ്റമോൾ ടാബ്ലറ്റും നല്ല രീതിയിൽ അലിഞ്ഞു ചേരത്തക്ക രീതിക്ക് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. 1 മണിക്കൂർ സമയത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ 1 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൊല്യൂഷൻ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം നമ്മുടെ സൊല്യൂഷനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഒരു 1/4 ലിറ്റർ അളവിലേക്കാണ് നമ്മുടെ സൊല്യൂഷൻ നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. ഇനി ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്ത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി ഒഴിക്കാം. ഫിൽറ്റർ ചെയ്ത സൊല്യൂഷൻ നമുക്കിതാ ഇതുപോലൊരു ബോട്ടിലേക്കൊന്ന് ഒഴിക്കാം. അതായത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഹാൻഡ് വാഷ് ബോട്ടിലാണ്. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതും കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ചെറിയ ജ്യൂസ് ബോട്ടിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ബോട്ടിലിൻ്റെ മൂടിയിൽ കുട്ടി കുട്ടി ഹോൾസ് ഇട്ടിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ഹാൻഡ് വാഷ് ബോട്ടിലാണ് നമ്മൾ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു സൊല്യൂഷൻ ഒരുപാട് കാലത്തേക്ക് നമുക്ക് കേടുകൂടാണ്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരുപാട് പല്ലികളുടെയും പാറ്റകളുടെയും കൊതുകിൻ്റെയും പൊടിച്ചകളുടെയും ശല്യമുള്ള സ്ഥലത്തൊക്കെ നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. രാത്രി ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഒരുപാട് പൊടിയീച്ചകളുടെയും പാറ്റകളുടെയും ശല്യമുണ്ട്. ആ ഒരു ഭാഗത്തേക്കാണ് ഞാൻ ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ ഇതുപോലെ പാറ്റകൾ ചുറ്റിലും ഒരുപാട് തന്നെ ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് കേട്ടോ, പാറ്റകളുടെ മാത്രമല്ല പല്ലികളുടെ ശല്യം ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പല്ലികൾ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടുത്തേക്ക് വരുന്നതും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. 100% പവർഫുൾ ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ മാത്രമല്ല, നമ്മുടെ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിച്ചൺ സിങ്കിലേക്കാണെങ്കിലും നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ രാത്രി നമ്മൾ അറിയാണ്ട് കൊണ്ടുവരുന്ന ആ ഒരു കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യം നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. രാവിലെ നിങ്ങൾ കിച്ചൺ സിങ്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ദോശയ്ക്കും അതുപോലെ തന്നെ ഇഡലിൻ്റെ കൂടെയൊക്കെ പോകുന്ന ഒരു കിടിലൻ ചട്നി. അതിന് വേണ്ടിയിട്ട് 4 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു പച്ചമുളക് അത്യാവശ്യം പഴുത്ത പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പഴുത്ത പച്ചമുളക് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ ചട്നിക്ക് നല്ലൊരു പ്രത്യേകിച്ചുള്ളൊരു ടേസ്റ്റ് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ എണ്ണ ഞാൻ ഇതുപോലെ ഫ്രൈയിങ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഇതുപോലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ മീഡിയം സൈസ് സവോള ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സവോള നമ്മൾ വഴറ്റിയെടുക്കുന്നത് ഒരു കണ്ണാടി പരുവത്തിലാവുന്നത്, അതായത് ഇതുപോലെ ഒരു ലൈറ്റ് റോസ് കളർ ആവുന്നത് വരയ്ക്കും നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. അത്ര തന്നെ നമ്മുടെ സവോളയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഓൾറെഡി വഴറ്റിയെടുത്ത നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിലോട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു കരണ്ടിയിൽ 2 കരണ്ടി അളവിലേക്ക് പൊട്ടുകടലയാണ്. അതും കൂടെ നമുക്ക് ഇതുപോലൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പിലയാണ്. അതൊരു 2 കറിവേപ്പില മാത്രം കഴുകിയിട്ട് നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ചൂടുള്ള വെള്ളത്തിൽ, അതായത് തിളപ്പിച്ചാറിയ ആ ഒരു വെള്ളത്തിൽ വേണം നമ്മുടെ ചട്നി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ ചട്നി നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് ഞാൻ ചട്നി അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചട്നി നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം, അതായത് മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി അല്ലെങ്കിൽ ചമ്മന്തി ഇവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള ദോശയുടെ കൂടെയും ഇഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഈ ഒരു ചട്നി അല്ലെങ്കിൽ ചമ്മന്തി നമുക്ക് നല്ല വൈറ്റ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു താളിപ്പും കൂടെ ഒഴിച്ചാൽ മതിയാകും. അപ്പോൾ ഇതാ താളിപ്പും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചട്നി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റിലും എവിടേക്കാണോ എലികളും പെരുച്ചാഴികളും വരാൻ ചാൻസസ് ഉള്ളത്, വീടിൻ്റെ ചുറ്റിലും മാത്രമല്ല കേട്ടോ, കൃഷിയിടത്താണെങ്കിലും നമ്മൾ ഇതുപോലെ പുകയില ഇട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു മണം അടിച്ചിട്ട് എലികളോ പെരുച്ചാഴികളോ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരികയില്ല. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.